അതേസമയം മാനവേദൻ സ്കൂളിൽ വെച്ച് ഷൗക്കത്തും അൻവറും കണ്ടുമുട്ടി. ഇരുവരും ഹസ്തദാനം നടത്തിയെങ്കിലും ആശ്ലേഷിക്കാൻ അൻവർ തയ്യാറായില്ല. ധൃതരാഷ്ട്രാലിംഗനം ആകുമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം കെട്ടിപ്പിടിക്കുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. അത് നേരത്തെ വന്നൊരു നാടകം എന്നൊരു തോന്നലായിരുന്നു. എങ്ങനെ ഈ ആര്യാടനെ കണ്ടിട്ട് വലിയൊരു സൗഹൃദമൊന്നും പങ്കുവച്ചില്ല. സ്വരാജും ആര്യാടനും ഞാൻ അത്ര സൗഹൃദമേ ഉള്ളൂ. ഇല്ലാത്ത സൗഹൃദം എന്തിനാ പങ്കുവെക്കുന്നത്? അതൊരു അഭിനയം എന്ന് തോന്നി എന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ തോന്നിയോ താങ്കൾ? പുള്ളി നല്ല അഭിനേതാവും കഥ എഴുത്തുകാരനല്ലേ. അദ്ദേഹത്തിന്റെ ഭാവി ഈ വെറുതെ ഇതിലെ നടന്നിട്ട് നശിപ്പിക്കരുത്. അദ്ദേഹം ചെന്നൈയിലേക്ക് താമസം മാറ്റണം. കാരണം സിനിമാ പ്രൊഡക്ഷൻ അവിടെയാണ് കാര്യം, ചെന്നൈയില്. എന്നിട്ട് കഥ അദ്ദേഹം പറഞ്ഞ താങ്കൾ പക്ഷെ ഒരു എതിരാളിയല്ല, കാര്യം ഒരു സ്വതന്ത്രം. അദ്ദേഹം കഥ എഴുതണം, മനസ്സിലായില്ലേ? നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുമല്ലോ, അത് എഴുതട്ടെ. ഓക്കെ. എതിരാളിയല്ല ഇപ്പോൾ. അല്ല, എനിക്ക് ആരും എതിരില്ലല്ലോ. നമ്മളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പ്രതിനിധിയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം അൻവറിന്റെ പേര് പോലും പരാമർശിക്കാതെ ഒരുപാട് സ്വതന്ത്രർ വേറെയും ഉണ്ടല്ലോ എന്ന് പറയുകയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അതിനുള്ള മറുപടിയാണ് PV അൻവർ നൽകിയത്. ഇതിനും കൂടി ചേർത്തുള്ള മറുപടി ആര്യാടൻ ഷൗക്കത്ത് അല്പം മുമ്പ് ന്യൂസ് 18നോട് തന്നെ നടത്തുകയും ചെയ്തു. അതാണ് നേരത്തെ VV അരുൺ സൂചിപ്പിച്ചത്. ഇന്ന് നിലമ്പൂർ കാത്തിരുന്നത് 2 വോട്ടർമാർക്ക് വേണ്ടിയാണ്. VV പ്രകാശിന്റെ കുടുംബം അവസാനം ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി. എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തിയത്. UDF ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഷൗക്കത്ത് വോട്ട് ചോദിക്കാൻ എത്താത്തതിൽ പരാതിയില്ലെന്നും VV പ്രകാശിന്റെ മകൾ നന്ദന പ്രകാശ് പ്രതികരിച്ചു. തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ, കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. മരണം വരെ കോൺഗ്രസ്സുകാരിയായിരിക്കും എന്നാണ് നേരത്തെ പ്രതികരിച്ചിരിക്കുന്നത്. വീട്ടിലെത്തിയില്ല എന്ന് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ ഞങ്ങൾക്ക് പരാതിയില്ലാത്ത കാര്യമാണത്. അതേസമയം VV പ്രകാശിന്റെ വീട്ടിൽ പോകുമോ എന്ന ചോദ്യത്തോട് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചില്ല, ഒഴിഞ്ഞു മാറുകയായിരുന്നു. ആര് വിചാരിച്ചാലും UDFൽ വിള്ളൽ വീഴ്ത്താൻ കഴിയില്ല എന്നായിരുന്നു പ്രതികരണം. ഞാൻ ഇതിലൊരു കാര്യമാണ് പറഞ്ഞത്. എന്ത് ശ്രമിച്ചാലും UDFന്റെ വോട്ടിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല എന്നല്ല.